ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നെറ്റിപ്പട്ടം മേക്കിംഗ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു നെറ്റിപ്പട്ടം പുറത്തേക്ക് ദൂരെ എവിടെയെങ്കിലും അയക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് പാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് സേഫായിട്ട് എത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം മേക്കിങ്ങിൻ്റെ സീരീസ് പകുതി വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ സീരീസ് വേഗം തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇതേപോലെ ഒരു ബബിൾ റാപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് നെറ്റിപ്പട്ടം വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് നമ്മുടെ കസ്റ്റമർ ചൂസ് ചെയ്തതനുസരിച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 1.5 ഫീറ്റിലാണ് ഈ ഒരു നെറ്റിപ്പട്ടം വരുന്നത്. കസ്റ്റമൈസ്ഡ് വർക്കാണ്. വൂളൻ ത്രെഡ്സൊക്കെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ടാണ് കേട്ടോ കളർ ചെയ്തേക്കുന്നത്. എന്നിട്ട് ബബിൾ റാപ്പിൻ്റെ പുറത്തു കൂടെ, അതായത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ താഴെ ഒരു ബബിൾ റാപ്പ് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ വേറെ ഒരു പീസ് ഓഫ് അല്ലെങ്കിൽ ഷീറ്റ് ഓഫ് ബബിൾ റാപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അയക്കുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ഒട്ടിച്ചേക്കുന്ന ബീഡ്സും കാര്യങ്ങളും ഒന്നും ഇളകാതിരിക്കാനായിട്ടും കൂടിയാണ്. കാരണം നമ്മൾ കൊറിയറൊക്കെ അയക്കുമ്പോഴത്തേക്കും ആ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണിട്ടായിരിക്കുമല്ലോ പോവാം. അപ്പോൾ താഴത്തെയും മുകളിലത്തെയും ബബിൾ റാപ്പും കൂടെ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റാപ്ലെയർ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ കൂട്ടിയിട്ട് സ്റ്റാപ്ലെയർ അടിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇളകാതെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രൗൺ ടേപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടെ സെക്യൂർഡായിട്ട് ഇരുന്നോളും. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്, അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടോളൂ കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വലിയ വലിയ ഷീറ്റ്സ് ഓഫ് ഇത് വെച്ചിട്ട്, അതായത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റിപ്പട്ടം അയക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചധികം ഫെവി ബോണ്ടിൻ്റെ ഗമ്മൊക്കെ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി പോകാൻ, അതായത് നമ്മുടെ ബീഡ്സ് ഐറ്റംസൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടൊരു ന്യൂസ് പേപ്പർ ഇതേപോലെ ചുരുട്ടിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മുടെ നെറ്റിപ്പട്ടം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ 3 അടി നെറ്റിപ്പട്ടം മെഷർമെൻറ്റൊക്കെ എടുക്കാനായിട്ട് ന്യൂസ് പേപ്പർ വെക്കൂലേ, അതേപോലെ ന്യൂസ് പേപ്പർ 2 ഷീറ്റ്സ് വെച്ചിട്ട് ഇതേപോലെ ഈസി ആയിട്ട് റോൾ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ റോൾ ചെയ്തത് അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് ഒട്ടിച്ച് റോൾ ചെയ്ത് ഒട്ടിച്ച് എടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഇതൊട്ടും ഇളകാതെ അതങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം ഇതുവരെ നമ്മൾ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ നെറ്റിപ്പട്ടം മേക്കിംഗ് മെറ്റീരിയൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതേപോലെ നമ്മുടെ നെറ്റിപ്പട്ടം കൊള്ളുന്ന അത്രയും വലുപ്പത്തിലുള്ളൊരു ബോക്സ് എടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇതേപോലെ ഒരു കട്ടിയുള്ളൊരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂസ് പേപ്പറും കൂടെ നമുക്ക് ഇതേപോലെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ നെറ്റിപ്പട്ടം ഇതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അപ്പം ഞാൻ നിവർത്തി വെക്കാൻ നോക്കിയപ്പോൾ അതിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അത് കറക്റ്റ് നെറ്റിപ്പട്ടം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അധികം ഇളക്കോ കാര്യങ്ങളോ ഇല്ലാതെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഫിക്സായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചു. എന്നിട്ട് ഇനി നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് തുണിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കാർഡ്ബോർഡ്സിൻ്റെ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതാകുമ്പോഴത്തേക്കും നെറ്റിപ്പട്ടം അനക്കമില്ലാതെ ഇങ്ങനെ അതിലിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ ന്യൂസ് പേപ്പറും വെച്ചിട്ട് അത്യാവശ്യം ഒന്നിങ്ങനെ കുത്തി നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഡാമേജ് ഒന്നും ഇല്ലാതെ. എന്നിട്ട് ഇനി അതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു ഷീറ്റ് ബബിൾ റാപ്പും കൂടെ ജസ്റ്റ് ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ വേറെ എക്സ്ട്രാ പേപ്പേഴ്സൊന്നും വെക്കുന്നില്ല. അങ്ങനെ 2 ഷീറ്റ്സ് ഓഫ് ബബിൾ റാപ്പ് വെച്ച് കൊടുത്തു. ഇനി ഒന്നുമില്ല, നമ്മൾ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെറ്റിപ്പട്ടം പാക്ക് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.